ഹലോ ഗായ്സ്, അപ്പൊ പവർകാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് മലിഞ്ഞി നന്നാക്കാനാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ മലിഞ്ഞി നന്നാക്കാൻ പോകുന്നത് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ അച്ചാച്ചനാണ്. പിന്നെ ഇങ്ങനെ കത്തിട്ട പോലെ ഫ്രീസറിൽ വെച്ചിട്ട് മലിഞ്ഞല് മരം പോലെ മലിഞ്ഞീൻ ഇത് വീഴില്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ മീനിൻ്റെ പകിരി, അതായത് ഇതാണ് ഈ പകിരി എന്ന് പറയുന്ന സാധനം. ഇവനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊലി പൊളിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇവനങ്ങോട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അത് കാരണം കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് മഴയാണ് പേര്. മുറിയുന്നില്ലട മോനെ. നല്ല മൂത്ത കാരണം കൊണ്ടേ മുറിയാൻ ഭയങ്കര പാട്. ശേഷം പേസ് എടുത്തന്നെ പിടിച്ചെന്നെ കൈ നോക്കണം കേട്ടോ. വയസ്സ് കുറെ ആയ കാരണം ഉണ്ട് മുറിച്ചിട്ട് മുറിയുന്നില്ല. വയസ്സ് കുറെ ആയതുകൊണ്ടാണോ അതൊക്കെ അത്രയ്ക്ക് മുറിച്ചില്ലാന്നൊന്നും അറിയില്ല. ഏൽക്കിടില്ല. അതിന് സാധ്യതയില്ലാതില്ല. അത്രയ്ക്കും വയസ്സായിട്ടുണ്ട്. 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം മുതലായിട്ടുണ്ട്. ഇറക്കിച്ചെത്തണം മോനെ. ഇറക്കിച്ചെത്തില്ലെങ്കിൽ നമുക്ക് തൊഴിൽ പൊളിക്കാൻ പറ്റില്ല. ഈ സൈഡ് ചെത്തി കഴിഞ്ഞുട്ടാ. അതിനടുത്ത് അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. അതേപോലെ ഈ സൈഡ് അടുത്ത നമുക്ക് ഈ സൈഡ് നമുക്ക് ഇങ്ങനെ പൂച്ചിക്കളയാം. പകിരി നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ തൊലി പൊളിച്ചെടുക്കണം. കഴുത്തിന് ചുറ്റോടെ ഇങ്ങനെ പറയാ. അപ്പൊ സുഖമായിട്ട് ഇങ്ങനെ വലിയ വെളിച്ചല്ല, വെളിച്ചക്കുറവുണ്ട്. ഇങ്ങനെ വരഞ്ഞ മോനുള്ള കത്തിന് ആവശ്യമുണ്ട്. എന്താ മഴ എത്തി. പ്ലയർ വേണല്ലേ. കൈ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ചെത്തണം മോനെ. നേരെ ചെത്തിയെടുക്കും. പുറം ചെത്തും. പ്ലയറിട്ട് വലിക്കാം. താത്തണ്ട, അല്ലാണ്ട് താത്തണ്ട. ആഴ്ച കൂടില്ല. അത്രയും താത്തണ്ട. ഈ തൊലി മാത്രമല്ല എടുക്കണോ? മുകളിൽ 2 തൊലിയുണ്ട്.
നീ ഇങ്ങോട്ട് വരെ. പ്ലെയർ ഇട്ട് പിടിച്ച് നോക്കിയത് അത് കൂടെ വരാം, ഞാനത് പോരാ. കിട്ടില്ല പോരോ? എല്ലാം കൂടി ഒറ്റ ഒരു ജയിച്ചാണ്. ആ ഇവിടെ നിൽക്കുന്നു, ഇനി ഇവിടെ വരും, ഇനി ഇവിടെ വരും. ഓ സൈഡ് ചെത്തിണ്ടായിരുന്നില്ലേ? കുഴപ്പമില്ല. സൈഡ് ചെത്താൻ പറഞ്ഞാൽ അതല്ല ആ സാധനം ചെത്തിയില്ല. തകിരില്ല. ആ നമ്മളവനെ ഇങ്ങോട്ട് പിടിക്കാൻ പോകണ കേട്ടാ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സുഖമായിട്ട് പോരുണ്ടാ. ഇതേപോലെ ആയി കഴിഞ്ഞാൽ അപ്പോ ഞാൻ പേപ്പർ ഇടാം. കേട്ടോ. അപ്പൊ നമ്മള് തൊലി പൊളിച്ചു കഴിഞ്ഞു. തൊലി പൊളിച്ച് ഇങ്ങനെ ഇട്ടാ രൂപം മീൻ്റെ. ഇനി നമുക്ക് അവനെ വയറ് പൊളിക്കാം. നമുക്ക് ഇവന്റെ ഈ പകിരി ഒന്ന് ചെത്തി കളഞ്ഞാലോ? ഈ സൈഡിലത്തെ. അപ്പൊ നമ്മൾ ഈ മലിഞ്ഞിന് തൊലി പൊളിച്ചു. തൊലി പൊളിച്ചത് പറയണത് കേട്ടാ, തൊലി വന്നിട്ടത് ആർക്കെങ്കിലും മാലയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമെന്ന് കേട്ടാ, കഴുത്തിലൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് ഇവന്റെ വയറ് പൊളിച്ചാലോ? നമുക്ക് പിന്നെ നമുക്ക് ഇതിന്റെ വേസ്റ്റുകൾ കണ്ടെടുത്ത് കളയാൻ അടുത്തതായിട്ട് മുറിക്കാണ്ട്. വെറുതെ അല്ല അച്ഛൻ ഇങ്ങനെ വലിച്ചിരുന്നു. ഉള്ളിട്ടും ഫ്രീസ് ആയിട്ട് അപ്പോ മതിയായില്ലേ? നമുക്ക് അതൊക്കെ പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റും. യെസ്. വലിച്ചിട്ട് പോരുന്നില്ല ഒന്നുകൂടി കട്ടെ. എന്റെ കറലാന്നുണ്ടല്ലോ അതിന്റെ ലിവർ അത് കട്ടാവും. അതിന്റെ കറല് ലിവർ ലിവർ തന്നെട്ടാ കിട്ടണില്ല. മുറിക്കൂ. സത്യമാണോ? കൈ നോക്കണം കേട്ടോ.
അപ്പൊ നമുക്ക് ഇത് വിട്ടിട്ട് കട്ട് ചെയ്യാനായിട്ട് സൗകര്യം പറയണം. അപ്പൊ നമ്മൾ സ്ലാബും വിട്ട് കട്ട് ചെയ്യാൻ പോകുന്നിട്ടാ. അപ്പൊ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ കുരുക്കഴിക്കണം. അത് കിട്ടോ വേണം നമുക്ക് അഴിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുപോവാം. ഹലോ ഗായ്സ്, അപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയ മലിഞ്ഞിനെ നമ്മൾ നന്നാക്കിട്ടാ. ഇനിയിപ്പോ ഇതിനെ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇനി അടുത്ത് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അച്ചാച്ചനാണ് കേട്ടാ. കുട്ടായി ബാബിന് നമ്മള് വളരെയധികം നന്ദി പറയുന്നുണ്ട്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അടിപൊളിയായിട്ട് മീറ്റൊക്കെ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ട്ടാ. അപ്പൊ ഇതിന്റെ മസാല കൂട്ടുകൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ചാച്ചൻ ചേരുവ ചേർത്തിട്ടുള്ളത്. അപ്പൊ അച്ചാച്ചൻ പറയും മസാലയൊക്കെ എങ്ങനെയാന്ന്. ചേച്ചാ പറയും. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ ചേർക്കണ മാതിരി തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ എന്താ വെളുത്തുള്ളി, അങ്ങനെയുള്ള ഐറ്റംസ്, കുരുമുളക് ഉണ്ടാവും. പിന്നെ വിനാഗിരി ചേർക്കുക. നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായി പിടിക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും വറുത്ത് വരുമ്പോ. ഈ ചേർത്തിട്ടുള്ളതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ഇത് ഇട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും കേട്ടോ. അപ്പോ നമ്മള് മസാല ഒക്കെ പറ്റി സെറ്റ് ആയിട്ടുണ്ട്. വെളിച്ചെണ്ണത് ചൂടാവാനായിട്ട് ചീഞ്ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ കമ്മ തിളച്ചിട്ടുണ്ട്. അയ്യോ, എല്ലാം കൂടി ചോറൊറ്റയില് അത് മാറ്റി. വൺ സൈഡ് ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ മറിച്ചിടാം. നമുക്ക് നല്ലോണം നെയ്യുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വളരെ കുറവ് മതി. നെയ്യുണ്ട് നല്ലോണം. അപ്പോൾ ഇത് സംഭവം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. നമുക്ക് എടുക്കാം.